بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد. ബഹുമാന്യരെ, നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് മുദ്ര തെറാപ്പിയുടെ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമാണ്. മുദ്ര തെറാപ്പി എന്നത് നമ്മുടെ കൈവിരലുകൾ ഉപയോഗിച്ച് മറ്റ് ഇൻസ്ട്രുമെന്റുകൾ ഇല്ലാതെ മറ്റൊരാളുടെ സഹായം ആവശ്യമില്ലാത്ത വിധം സ്വയം നമ്മുടെ ശരീരത്തിലെ രോഗങ്ങളെ ചികിത്സിക്കുന്ന ഒരു മെത്തേഡാണ്. അതിന്റെ അടിസ്ഥാനപരമായ രൂപം നമ്മുടെ ശരീരത്തിലെ മിസാജ് അഥവാ ശരീരത്തിന്റെ മെറ്റീരിയൽ ലെവൽ അടിസ്ഥാന ഘടകങ്ങൾ. ഈ ഘടകങ്ങൾ വെള്ളം, അതായത് ജലതത്വം എന്നാണ് പറയാം, ഭൂതത്വം, എല്ല്, പേശി എന്നിവയെ സ്വാധീനിക്കുന്നത്. ആകാശതത്വം നമ്മുടെ പ്രധാന അവയവങ്ങളെയും അവയവങ്ങളിലെ ഒരു ഉൾഭാഗം ഉണ്ടാകുന്ന സ്ഥിതിവിശേഷം, അതാണ് ആകാശതത്വം. വായു തത്വം, പിന്നെ അഗ്നിതത്വം. ഇങ്ങനെ 5 പ്രധാന ഘടകങ്ങൾ. ഈ ഘടകങ്ങളാണ് ശരീരത്തിലെ ഏത് രോഗം ഉണ്ടാക്കുന്നതും അത് സന്തുലിതമാകുമ്പോഴാണ് ഏത് സമയത്ത് ആരോഗ്യം ഉണ്ടാകുന്നതും. അങ്ങനെയാണ്. ഈ വിരൽ ഉപയോഗിച്ചാൽ നമുക്ക് തല മുതൽ കാല് വരെയുള്ള ഭാഗം പല രീതിയിൽ ഈ അടിസ്ഥാന ഘടകങ്ങളിൽ നിയന്ത്രണം ഉണ്ടാക്കാൻ സഹായിക്കും എന്നത് തെളിയിക്കപ്പെട്ടൊരു വസ്തുതയാണ്. എങ്കിൽ നമ്മളെ ശരീരത്തിലെ ഓ ദയവായിട്ട് ആരും ഇതിന്റെ ഇടയില് പിന്നെ ടൂളുകൾ കൊണ്ട് കളിക്കാതിരിക്കുക കേട്ടോ. നമ്മളെ പ്രോഗ്രാം തന്നെ ഇനിയിപ്പോ മൊത്തം ഒന്നായിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ഇത് ചെയ്യണം. നിങ്ങൾ ഓരോരുത്തര് ജസ്റ്റ് ഒന്ന് സഹകരിച്ചാല് നമ്മള് ഓക്കെ. അപ്പൊ ആരെങ്കിലും കുട്ടികളൊക്കെ ഫോൺ കൊണ്ട് കളിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ. സൂം ഉപയോഗിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് മറ്റ് ആക്ടിവിറ്റീസുകളൊന്നും ആരും ചെയ്യാതിരിക്കുക. എല്ലാവരുടെയും സഹകരണമാണ് നമ്മുടെ വിജയം, ഇൻഷാ അല്ലാഹ്. അപ്പോ മുദ്രാ തെറാപ്പി എന്നത് നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗമായ 2 കൈകൾ, കയ്യിലെ വിരലുകൾ. ഈ വിരലുകളെ ചില പ്രത്യേക രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് രോഗങ്ങൾ ഏതും നമുക്ക് മാറ്റം വരുത്താൻ കഴിയുന്നു. അത് നമുക്ക് കൃത്യമായി അനുഭവിക്കാനും ആ ആ, ഒരു വിജ്ഞാനത്തെ ഉപയോഗപ്പെടുത്താനും വളരെ എളുപ്പമാണ്. അത് മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു തത്വം, ഈ രോഗം എന്ന് പറയുന്നത്, അതുപോലെ രോഗത്തെ നിയന്ത്രിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ എളുപ്പം നടക്കേണ്ടിയിരുന്ന ഒരു വിഷയമാണ് മനുഷ്യ ജീവിതത്തെ വിലയിരുത്തും. കാരണം പൊതുവിൽ ഈ ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരം എന്നത് ഇമ്മ്യൂണിറ്റി ഉള്ള ഒരു യന്ത്രം ആണ്. സ്വയം പ്രതിരോധമുള്ള. ഇപ്പൊ പൊട്ടിയാൽ എല്ല് ജോയിന്റ് ആകും, അതുപോലെ മുറിഞ്ഞാൽ മുറി കൂടും, രക്തം നഷ്ടപ്പെട്ടാൽ വീണ്ടും രക്തം നിർമ്മിക്കും. ഇങ്ങനെ തുടങ്ങി ഇമ്മ്യൂണേഷൻ എന്ന് പറയുന്നത് ശരീരത്തിന്റെ നോർമൽ സിസ്റ്റമാണ്. എങ്കിൽ രോഗ ചികിത്സ എന്നതിന്റെയും അടിസ്ഥാന തത്വം അത് വളരെ സിമ്പിൾ ആണ് എന്നതായിരുന്നു. അങ്ങനെ പറഞ്ഞു വരുമ്പോ അതിൽ നിന്ന് രൂപപ്പെടുന്ന അടുത്ത ഒരു തിയറിയാണ് നമുക്ക് രോഗചികിത്സകൾ. ഈ സദസ്സിലുള്ള, ഇപ്പൊ എന്റെ ഈ സെഷനിൽ ഓൺലൈനായിട്ട് പങ്കെടുക്കുന്ന ആർക്കെങ്കിലും ഇപ്പോൾ തലവേദന ഉള്ള ആരെങ്കിലും ഉണ്ട്? ഇപ്പോ ലൈവില്, ഇപ്പോ കറണ്ട് പൊസിഷൻ, ഈ റൈറ്റ് നൗ, ഈ സമയം തലവേദന ഉള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് റൈസ് ഹാൻഡ് ചെയ്യുക. ഇല്ലെങ്കിൽ ഉണ്ടാക്കണ്ട. അസുഖങ്ങൾ,
ഇത്തരം അസുഖങ്ങൾ ചികിത്സിക്കാൻ വളരെ എളുപ്പം. ഉദാഹരണത്തിന്, ഒരാൾ ഇന്ന് യാത്ര ചെയ്തതാണ്, പകല് ബസ്സിൽ ഒരു 2-3 മണിക്കൂർ യാത്ര ചെയ്തു. അപ്പൊ യാത്ര ചെയ്തപ്പോ ഭയങ്കര തലവേദന. ആ തലവേദന ഉള്ള ആള് ഇതാ, രണ്ട് കൈയും എല്ലാരും കാണുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഞാനിത് പിൻ ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് എല്ലാവരുടെ ഫോണിൽ ഇത് കാണാൻ പറ്റുന്നുണ്ടാകും. ഇതില് ചൂണ്ടുവിരല്, അപ്പൊ നമ്മളെ ഭാഗത്തൊക്കെ ചൂണ്ടുവിരൽ ഇതാണ്. ഇനി നിങ്ങളെ നാട്ടില് വ്യത്യാസം ഉണ്ടെങ്കിൽ അത് നമ്മളെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താണ്. ഈ ചൂണ്ടുവിരല് എന്ത് ചെയ്യാ, ഉള്ളം കൈയിലേക്ക് മടക്കും. എന്നിട്ട് അതിന്റെ ഈ കണിപ്പിൽ, ഇതിന്റെ മേലേക്ക് തള്ളവിരൽ വെക്കുക. ബാക്കിയുള്ള 3 വിരലും നിവർത്തി പിടിക്കുക. ഇങ്ങനെ രണ്ട് കൈ. ഇങ്ങനെ ഒരു 15 മിനിറ്റ് ചെയ്താൽ തലവേദന മാറുന്നത് കാണാം. അപ്പോ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഒരാൾ പങ്കെടുത്ത് തലവേദന മാറിയാൽ ഇപ്പൊ ഫീസൊന്നും അടക്കണ്ട, ഫ്രീ ആണ്. അതിന് ഗൂഗിൾ പേ എന്ന് ചോദിച്ചാലും വരേണ്ടതില്ല, അത് ഫ്രീ ആണ്. ഇനി അതുപോലെ ഒരുപാട് രോഗങ്ങൾക്ക് നമ്മൾക്ക് പിന്നെ സ്ട്രോക്ക്, ബ്ലോക്ക് ഒക്കെ വരുന്നതിന് വരെ വിരലുകൾ ഉപയോഗിക്കാം. അത് ശാസ്ത്രീയമാണ് എന്ന് വരെ ഇൻഷാ അല്ലാഹ് മുദ്ര തെറാപ്പിയുടെ ക്ലാസ്സിൽ പങ്കെടുത്താൽ നമുക്ക് പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തി തരാൻ കഴിയും എന്നതാണ് നമ്മുടെ പ്രതീക്ഷ. 28 ബാച്ചുകൾ ഇപ്പൊ നിലവിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും ബാച്ചുകളിൽ പങ്കെടുത്തവർ, അവർ മുദ്ര തെറാപ്പി പഠിക്കുകയും പ്രയോഗിക്കുകയും ഒരുപാട് 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 അനുഭവങ്ങൾ. ഇപ്പൊ ലാസ്റ്റ് മുദ്ര തെറാപ്പിയുടെ ഒരു ബാച്ച്, 28ാമത്തെ ബാച്ച് നടന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂരിനടുത്തുള്ള വാണിയമ്പലം, അവിടെ ഒരു റിസോർട്ടിൽ വെച്ചായിരുന്നു നടന്നത്. അന്ന് തന്നെ അത് കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് ഇപ്പോ ഒരുപാട് പേര് പറഞ്ഞു. അതിലൊരാളെ ഞാൻ ഓർക്കുകയാണ്. പിന്നെ ഭയങ്കര തലവേദന, അപ്പൊ അസഹ്യമായപ്പോ മരുന്ന് വാങ്ങി വീട്ടിലെത്തിയപ്പോ, അല്ല ഇന്ന് നമ്മൾ പഠിച്ചത് മുദ്രയല്ലേ, അതൊന്ന് പരിശോധിച്ച് നോക്കിക്കൂടെ എന്ന രീതിയിൽ മുദ്ര ഉപയോഗിച്ചു. പിന്നെ മരുന്ന് ഉപയോഗിച്ചിട്ടില്ല, മാറി. അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞാൽ ദീർഘിച്ചു പോകുന്നത് കൊണ്ട് ഞാൻ അത് വല്ലാതെ റിസൾട്ടുകൾ പറയുന്നില്ല. ഇതിൽ തന്നെ നേരത്തെ ക്ലാസ്സിൽ കൂടിയവർ ഉണ്ട് എന്നാണ് ഒറ്റനോട്ടത്തിൽ എനിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയുള്ള ആർക്കെങ്കിലും ഒക്കെ റിസൾട്ട് പറയണമെന്ന് വല്ലാതെ താല്പര്യം ഉണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്താൽ അവർക്ക് അവസരം തരും, അവർക്ക് പറയാവുന്നതാണ്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ മുദ്ര തെറാപ്പി എന്നതിന്റെ ഒറ്റവാക്കിലുള്ള ഒരു വിവരണം, നമ്മുടെ കൈ വിരലുകൾ ഉപയോഗിച്ച് ശരീരത്തെ മറ്റ് ഇൻസ്ട്രുമെന്റുകൾ, ഉപകരണങ്ങളില്ലാതെ രോഗ ചികിത്സക്ക് സാധ്യമാകുന്ന ഒരു രോഗചികിത്സാ പ്രക്രിയയാണ് മുദ്ര തെറാപ്പി. അപ്പോ അത് മനുഷ്യ ശരീരത്തിലെ ഒരു അത്ഭുതമാണ്. മനുഷ്യന്റെ ശരീരം സൃഷ്ടിച്ച റബ്ബ് തന്നെ, പടച്ചവൻ തന്നെ മനുഷ്യ ശരീരത്തിൽ സംവിധാനിച്ചു വെച്ച, ഡിസൈൻ ചെയ്തു വെച്ച ഒരു വലിയ അത്ഭുതകരമായ ഒരു ശക്തിയാണ്, ഒരു പരിഹാര പ്രക്രിയയാണ് ഈ സംഭവം. ഇത് നമ്മളെ ശരീരത്തിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിന്റെ സയൻസ് എന്താണ് എന്നതൊക്കെ ഇപ്പൊ ഞാൻ വിശദമായി അരമണിക്കൂർ കൊണ്ട് പറഞ്ഞാൽ പിന്നെ ഒരു അത് നിങ്ങൾക്കും തോന്നും അതൊരു മോശമായിപ്പോയി. അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദവശങ്ങൾ പറയുന്നില്ല. ഇപ്പോ സൂചകങ്ങൾ മാത്രം പറയുന്നു, ഓറിയന്റേഷൻ ആയതുകൊണ്ട്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അത്യാവശ്യ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുകയൊക്കെ ചെയ്യാം. ഏതെങ്കിലും രോഗങ്ങൾക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് രോഗത്തിന് പറ്റുന്ന, അതിനുപയോഗിക്കേണ്ട മുദ്രകളും പരിപ്പെടും പറഞ്ഞു തരുന്നതാണ്. ആവശ്യമുള്ളവർക്ക് ഒന്ന് റൈസ് ഹാൻഡ് ചെയ്താൽ മൈക്ക് റിലീസ് ചെയ്താൽ നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയും ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മുടെ ശരീരത്തിലെ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോ മുദ്ര തെറാപ്പിയുമായി ബന്ധപ്പെട്ട് അത് പഠിക്കുന്ന സമയത്ത് പിന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു വിഷയമാണ് മനുഷ്യ ശരീരത്തിൽ ഉള്ള രാസപ്രവർത്തനങ്ങളുടെ സാധ്യത. അതായത് ഇപ്പൊ ശരീരത്തിൽ നിന്ന് ഒരു വിരലിൽ നിന്ന് പോകുന്ന ഞരമ്പ്, അത് തല മുതൽ കാലുവരെ ഉണ്ടാകും. അതുപോലെ ഓരോ വിരലുകളിൽ നിന്നും അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ നീളമുള്ളതാണ് മനുഷ്യന്റെ ശരീരത്തിലെ മൊത്തം ഞരമ്പുകളുടെ നീളം. അപ്പൊ അത്ര ദൈർഘ്യമുള്ള ഞരമ്പുകൾ പോകുന്നത് ഈ വിരലുകളിൽ നിന്നാണ്. ആ റൈസ് ഹാൻഡ് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ ഫോണിൽ ഇത് ചെയ്യുന്നവര് അവിടെ റിയാക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കാണാം. ഫോണിലെ താഴ്ഭാഗത്ത് കാണും.
ഒരു കൈപൊക്കിയ ഒരു ചിഹ്നം കാണാം. ഇപ്പോ ആ ഇതൊന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾ റൈസ് ഹാൻഡ് ചെയ്തതായിട്ട് നിങ്ങൾ ഐ ഡിയിലും കാണിക്കും. അപ്പോൾ ആവശ്യമില്ലെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്ത് വെക്കുകയും ചെയ്യരുത്. കാരണം പിന്നെ നിങ്ങളിപ്പോ എന്തോ പറയാൻ പോകുന്ന നേരിച്ച് കാത്തു നിന്ന് നിങ്ങളും ഇല്ല, നിങ്ങൾക്കും നമുക്കും ഇല്ലാണ്ടാവും. അപ്പൊ അതാണ് റൈസ് ഹാൻഡ് ചെയ്യുന്ന രൂപം. പിന്നെ എന്താ, ഹെയർ ഫാൾ കുറക്കാൻ മുദ്ര തെറാപ്പി ഉണ്ടോ? അതാരാ ചോദിച്ച്. പറ്റുന്ന മുദ്രകൾ ഉണ്ട് കേട്ടോ. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത് ലേണിംഗ് ഇഷ്യൂസ് മുദ്ര തെറാപ്പി ഹെൽപ്പ് ചെയ്യാമോ? സാധ്യത ഉണ്ട്. ഇപ്പൊ മുടി കൊഴിച്ചിലിന് സാധ്യത ഉണ്ട്. പക്ഷെ മുടി കൊഴിച്ചിലിനെ പറ്റി ആദ്യം നമ്മൾ ഒന്ന് അതിന്റെ ഒരു അടിസ്ഥാനപരമായ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. മുടി കൊഴിച്ചിൽ എങ്ങനെയൊക്കെ വരാം. കിഡ്നിയിൽ വേസ്റ്റ് ഉണ്ടായാൽ, അതുപോലെ സ്പ്ലീൻ, പ്ലീഹ എന്ന് പറയും, അതിന്റെ പരിക്കുണ്ടായാൽ, പിന്നെ ലിവറിൽ പരിക്കുണ്ടായാൽ, ലിവറിൽ ഡാമേജ് ഉണ്ടായാൽ, ഫാറ്റ് ഉണ്ടായാൽ, സ്കിന്നിന് പ്രശ്നമുണ്ടായാൽ, ഇങ്ങനെയൊക്കെ എന്ത് വരാം? മുടി കൊഴിച്ചിൽ വരാം. വയറിന് പ്രശ്നം ഉണ്ടായാലും വരാം. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, അതിന്റെ പരിഹാര പ്രക്രിയകളിലേക്ക് പോകേണ്ടത് എന്നാണ്. മറ്റൊന്ന്, പഠന പ്രയാസമുള്ള ആൾക്കാർക്കൊക്കെ മുദ്രകൾ ഉപയോഗപ്പെടുത്താൻ ധാരാളം അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ, പ്രഷർ കുറയാൻ മുദ്രയുണ്ട്, ഷുഗർ കുറയാനും മുദ്രയുണ്ട്, ഇതൊക്കെ ഉപയോഗപ്പെടും. മുട്ടുവേദന മാറാൻ മുദ്രയുണ്ട്. ഇപ്പോ മുടി കൊഴിച്ചിലിന് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു മുദ്രയാണ് ഇത്. പ്രാൺമുദ്ര എന്നാണ് അതിന് പറയാം. നല്ലതാണ്. അതുപോലെ എല്ലാ രോഗത്തിനും ചോദിച്ച് എല്ലോ ഇവിടെ തന്നെ പറഞ്ഞാൽ പിന്നെ ചിലപ്പോ മുദ്ര തപ്പുകാരൻ കൂടിയില്ലെങ്കിലോ മോശമല്ലേ. അതുകൊണ്ട് അത്യാവശ്യമുള്ളതൊക്കെ പറയാം. എന്നാലും പറയൂല എന്നിട്ട് ഞാനൊരു തമാശ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. മുദ്ര തെറാപ്പി ഉപകാരപ്പെടണമെങ്കിൽ ആദ്യം അതിന്റെ സയൻസ് പഠിച്ചാലേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ ചെയ്യാൻ തോന്നൂല. അതായത് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ആള് ഡെങ്കിപ്പനി വന്നിട്ട് ബ്ലഡിലെ പ്ലാറ്റ്ലെറ്റ് കുറഞ്ഞിട്ട് ആകെ മെഡിസിൻ തീരെ പ്രതികരിക്കുന്നില്ല, വളരെ കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ മുദ്രാ തെറാപ്പിയിൽ ബാച്ചിലുണ്ടായിരുന്ന ഒരാൾ ചോദിച്ചു. അങ്ങനെ ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ പ്രാൺമുദ്ര ചെയ്യിപ്പിച്ചോളൂ. അപ്പൊ പറഞ്ഞു, ഒരുപാട് മരിച്ച പോലെ കിടക്കുന്നു. ഞാൻ പറഞ്ഞു, ടാപ്പ് ചെയ്യിപ്പിച്ചു കൊടുക്കുക, ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിയുമ്പോഴേക്ക് അയാൾ രണ്ടാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്ത് പോന്നിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു, ഭയങ്കര അത്ഭുതമാണ്, ഭയങ്കര റിസൾട്ട് ആയിരുന്നു എന്ന് പറഞ്ഞു. അത്ര റിസൾട്ട് കണ്ട സംഭവമാണ്. പാൻക്രിയാസ് വീക്കം, അതിന് മുദ്ര ഉണ്ട്. അതുപോലെ ജുനൈദ് കുണ്ടൂര് നിങ്ങൾ ചോദിച്ചു. ഇതെങ്ങനെ ഫലിക്കുന്നു എന്ന് മനസ്സിലായാലേ ചെയ്യാൻ തോന്നുള്ളൂ, അല്ലെ ചെയ്യാൻ തോന്നൂല. ചെയ്യാൻ തോന്നില്ല, ചെയ്യൂല, പിന്നെ റിസൾട്ട് ഉണ്ടാവില്ലല്ലോ. ചെയ്യാൻ തോന്നണമെങ്കിൽ ആദ്യം ഇതിലെ അത്ഭുതം ഒന്ന് മനസ്സിലാകണം. അപ്പോഴാണ് നമുക്കത് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചോദിച്ചോ, ഞാൻ മ്യൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് ജുനൈദ് കൊണ്ടൊരു മൈക്ക് ഓൺ ചെയ്യാൻ പറ്റൂട്ടോ. ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് ഓക്കെ. ഞാൻ ചോദിച്ചിരുന്നു, എഴുതി വിട്ടിരുന്നു അൺമ്യൂട്ട് ആയതുകൊണ്ട്. പാൻക്രിയാസ് വീക്കത്തിന്റെ 1 ഒരു മിനിറ്റ്, പ്രശ്നമുണ്ട്. ഒരു സെക്കൻഡ്. സൗണ്ട് ലേശം കുറവുണ്ടൊന്ന് കൂട്ടണം. സൗണ്ട് ഒന്ന് കൂട്ടിക്കോ. ഹലോ, കേൾക്കണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഞാൻ അൺമ്യൂട്ട് ആയപ്പോ എഴുതിയാണ്ട് ചോദിച്ചിരുന്നു, പാൻക്രിയാസ് വീക്കത്തിന്റെ ഒരു പ്രശ്നം നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഏജ് പറയാവോ? ഏജ് 31. എന്താ ചെയ്യുന്നതെന്ന് പറയാവോ? ദർസാണ്. ശരീരം തടിച്ച പ്രകൃതാണോ? അല്ല. ഡയഗ്നോസിസ് എന്താ ചെയ്തത് പാൻക്രിയാസ് വീക്കം മനസ്സിലാക്കാൻ? നാടി പിടിച്ചു നോക്കുന്ന ഒരു വൈദ്യരുണ്ടായിരുന്നു. അപ്പൊ ഞാന് വയറ് നമ്മളിങ്ങനെ കുനിഞ്ഞ് ഇരിക്കുമ്പോ തന്നെ നമ്മളൊന്ന് ഒടിഞ്ഞിരുന്നു കഴിഞ്ഞാല് ചെറുതായിട്ടൊരു അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു.
ഓ, അപ്പോ അതില് അദ്ദേഹം നാടി പിടിച്ചിട്ട് നോക്കിയപ്പോ ഇങ്ങനെ പാൻക്രിയാസ് വീക്കം കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. മരുന്നൊക്കെ തന്നിരുന്നു. ഓക്കെ, അതില് ആയുർവേദ. അപാൻ മുദ്ര ഉപയോഗപ്പെടുത്താം. അതായത് നടുവിരലിന്റെയും മോതിരവിരലിന്റെയും തള്ളവിരലിന്റെ ഈ മൂന്ന് വിരലുകളുടെയും തലഭാഗം അഥവാ വിരൽക്കൊടിയുടെ പള്ളഭാഗം അത് തമ്മിൽ ചേർത്ത് പിടിക്കുക. ബാക്കിയുള്ള രണ്ട് വിരൽ നിവർത്തി പിടിക്കുക രണ്ട് കൈയിലും. ഇത് സൗകര്യത്തിൽ ഒരു 15 മിനിറ്റ് ഈ പിടുത്തം പിടിക്കുക. അങ്ങനെ തുടർച്ചയായിട്ട് ദിവസം 3 നേരം ഒരു 40 ദിവസം ചെയ്തിട്ട് ആ പ്രശ്നത്തിന്റെ നിലവിലുള്ള സ്ഥിതി എന്താണ് എന്ന് പഠിച്ചു നോക്കിയാൽ മാറ്റം കാണാം. പക്ഷെ ഇത് നിങ്ങൾക്ക് കറക്റ്റ് ഉപകാരപ്പെടാൻ നല്ലത് എന്താ മുദ്ര തെറാപ്പി കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ആ മുഴുവൻ കോഴ്സായിട്ട് പഠിക്കുന്നതാണ് കൂടുതൽ ഉചിതം. അങ്ങനെ ആകുമ്പോൾ കുറച്ച് വിശദമായി അത് മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ് കറക്റ്റ് ഫലം ചെയ്യുക. ഓക്കെ നല്ല ഓക്കെ. ഫലം കോഴ്സിന്റെ ചെയ്യും. ഡീറ്റെയിൽസ് പിന്നീട് അറിയിക്കുമല്ലോ അല്ലേ? ആ കോഴ്സിലെ ഇപ്പോ പിന്നെ നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു ബാച്ച്. അതിൽ ഇന്നത്തെ ഈ വർക്ക്ഷോപ്പിൽ വെച്ച് ഈ ഓറിയന്റേഷൻ സെഷനിൽ വെച്ച് ജോയിൻ ചെയ്യുന്നവർക്ക് ആ, ഇന്നത്തെ സംഘാടകർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് സംഘാടകർ തന്നെ പറയും. അതായത് ഈ സെഷനിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാര് പിന്നെ സെഷൻ തീരുന്ന ഉടനെ തന്നെ, അതായത് സ്പോട്ടിൽ തന്നെ നിങ്ങൾ നമ്മളെ അഡ്മിൻസിന് മെസ്സേജ് അയച്ചാൽ അവർ നിങ്ങൾക്ക് അതിന്റെ റിപ്ലൈ തരും. സ്പെഷ്യൽ ഓഫറാണ്, വലിയൊരു എമൗണ്ട്. അതായത് 2000 രൂപയാണ് ഫീസ്. പക്ഷെ ഇന്ന് പങ്കെടുക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു വലിയ ഓഫർ സംഘാടകർ വെച്ചിട്ടുണ്ട്. വലത് കൈയിന്റെ നടുവിരൽ ധരിച്ചിരിക്കുകയാണ്, അതിനെന്ത് മുദ്ര ചെയ്യണം. അതിൽ ഈ ചെറിയൊരു അപര്യാപ്തത ചികിത്സയുടേത് പറയാം. ഒരാൾക്ക് കൈയിന്റെ വിരലില്ല, ഓർക്ക് ഈ ചികിത്സ ഉപയോഗപ്പെടുത്താൻ കഴിയില്ല. അതുപോലെ വിരല് പറ്റേ പ്രവർത്തനക്ഷമമാകാതെ ഇതായിപ്പോയാൽ, നിഷ്ക്രിയമായി പോയാൽ, അഥവാ വിരലിന്റെ സർക്കുലേഷൻ നിഷ്ക്രിയമായി പോയാലും ചിലപ്പോൾ മുദ്ര ഫലപ്പെട്ടില്ലെന്ന് വരാം. ഇവിടെ ഈ തെരിപ്പ് പറഞ്ഞ ആൾക്ക് ചെയ്യേണ്ടത് 2-3 മുദ്രകൾ ചെയ്യാവുന്നതാണ്. ഒന്ന് ഞാനിപ്പോ ഈ കാണിച്ച ഈ മുദ്ര ചെയ്യാം, മറ്റൊന്ന് ഈ മുദ്ര ചെയ്യാം. ഇനിയും 70ഓളം മുദ്രകളുണ്ട്. അത് ഓരോന്നിനും ഓരോന്നിൻ്റെതായ റിസൾട്ടും ഉണ്ട്. പിന്നെ ഒരാൾ ചോദിച്ചത് ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടോ എന്നാണ്. ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. ഡേറ്റ് ഫിക്സഡ് അല്ല. ഡേറ്റ് നിങ്ങൾ നേരത്തെ പിന്നെ നമ്മളെ ഇപ്പൊ നിങ്ങൾക്ക് ഈ വിവരം കിട്ടിയ അഡ്മിൻസിനോട് നേരത്തെ തന്നെ പറഞ്ഞ് ഏൽപ്പിച്ചാൽ നിങ്ങൾക്ക് ആ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഓഫ്ലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ തരും. ഇതിൽ നല്ല റിസൾട്ട് ഒക്കെ ഉണ്ടാകും. റിസൾട്ട് കാണാനും അനുഭവിക്കാനും കഴിയും ഇൻഷാ അല്ലാഹ്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മുദ്രാ തെറാപ്പിയുടെ സാധ്യത വളരെ ഹലോ, അസ്സലാമു അലൈക്കും. വാലൈക്കും പിന്നെ നിലമ്പൂർ ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നു. ആ മാഷാ അല്ലാ. അബ്ദുറഹ്മാനാണ്. അപ്പോ അന്ന് നല്ല അനുഭവം ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഭയങ്കര മരുന്ന് വാങ്ങിയിട്ടാ പോയത്. വീട്ടിൽ ചെന്നപ്പോ പിന്നെ ഇത് ചെയ്തിട്ട് തന്നെ സുഖമായി. ഇപ്പൊ അതെ അതെ. മകൾക്ക് എത്തുന്നവര് ഭയങ്കര ചൊറിന്റെ ഒരു പ്രശ്നം വന്നതാണ്. ആ പിന്നെ തണറിട്ടാണ്ട് ഇങ്ങനെ ചൊറിയണായിരുന്നു. ആ. അതിന് വല്ല അതുണ്ടോ? ഇതാ ഇന്ദ്രമുദ്ര ചെയ്താൽ മതി. ഇന്ദ്ര അല്ലെ? അതായത് ഇന്ദ്രമുദ്ര ചെയ്താൽ എങ്ങനെ ഇപ്പൊ ഓർമ്മയില്ല, പുറത്തല്ല ഇപ്പൊ. ചെറുവിരലിന്റെയും തള്ളവിരലിന്റെയും വിരൽപ്പൊടിയുടെ പള്ളകൾ തമ്മിൽ ചേർത്ത് പിടിക്കുക. 15 മിനിറ്റ് ദിവസം 3 നേരം പിടിക്കുക. അങ്ങനെ ഒരു 3 ആഴ്ച. ചെറിയ തള്ളവിരലിന്റെയും വിരൽപ്പൊടിയുടെ പള്ള, ആ അങ്ങനെ ഒരു 3 ആഴ്ച. ബാക്കി മൂന്ന്
ഓ മൂന്നാഴ്ച അല്ലേ? ആ അതിനു വേണ്ടി ഹോസ്പിറ്റലിൽ പോകുന്നതാണ്. ഹോസ്പിറ്റലിൽ നിന്ന് പഠിക്കണേ. മാഷാ അല്ലാ. കേട്ടുകൊണ്ട് ഇങ്ങനെ പോരായിരുന്നു. അപ്പൊ ഇവിടെ പ്രാക്ടീസ് ചെയ്തോട്ടെ. ആയിഷ തീർച്ചയായും. പഠിച്ചില്ല. പിന്നെ ഷാക്കിർ ചെറുവിരലിന്റെയും ആ ചെറുവിരലിന്റെയും പിന്നെ തള്ളവിരലിനും ഇത് പിടിക്കല്ലേ? അതെ അതെ, പെരൽക്കൊടിയുടെ പള്ള നടുവിലെ ആ ചേർത്ത് പിടിക്കും. നടുവിലെ 3 വിരൽ പൊന്തിച്ച് പിടിക്കാം. ആ അതെ. ബാക്കിയുള്ളവരില് ആ ഷാക്കിർ ഒന്ന് വോയിസിൽ വന്നാൽ നന്നായിരുന്നു. ആദ്യം മുജീബ് റഹ്മാൻ നിങ്ങൾ സംസാരിച്ചോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വാലൈക്കും അസ്സലാം. തൊട്ടടുത്ത ദിവസം തന്നെ ഫിസിക്കലായിട്ട് ഉണ്ടോ ഉസ്താദെ? അതൊന്നറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യം. ഒരു ഫിസിക്കലായിട്ട് ഇതിന്റെ ക്ലാസ് ഉണ്ടോ തൊട്ടടുത്ത്? ആ, ഇനി അടുത്ത ഒരു ഫിസിക്കൽ ബാച്ച് വരാൻ ചാൻസ് ഉള്ളത് ഒന്ന് തിരൂരിലോ അല്ലെങ്കിൽ കോഴിക്കോടോ ആണ് സാധ്യത കൂടുതൽ. എപ്പോഴാണ് സമയം? തൊട്ടടുത്ത ദിവസം ഉണ്ടാവുമോ? അത് പിന്നെ റിക്വസ്റ്റ് വല്ലാതെ വരുമ്പോഴാണ് സാധാരണ നമ്മൾ മുദ്ര തെറാപ്പിയുടെ ബാച്ച് ഇടാറുള്ളത്. ഇപ്പൊ കുറെ റിക്വസ്റ്റുകൾ വന്നു കിടക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ഓറിയന്റേഷൻ സെഷൻ വെച്ചത്. അപ്പോ മുദ്ര തെറാപ്പി സാധാരണ നമ്മൾ വെക്കാറുള്ളത് റിസൾട്ടുകൾ നിരന്തരം കാണുകയും അതിന്റെ പേരിൽ നിരന്തരം റിക്വസ്റ്റുകൾ വരുമ്പോഴാണ് സാധാരണ. അതുകൊണ്ട് നിങ്ങൾ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് നമ്മൾ അഡ്മിൻസിനെ ഒന്ന് കണക്ട് ചെയ്തിട്ട് നിങ്ങളെ താല്പര്യം അറിയിച്ചാൽ അപ്പൊ വേഗം പരിപാടി നടക്കും. ആ. നമ്മുടെ മെയിൻ ഇതിലുള്ളതല്ല മുദ്ര തെറാപ്പി. മുദ്ര തെറാപ്പി ഒരു അഡീഷണൽ പാർട്ടാണ്. അതുകൊണ്ട് അത് വല്ലാതെ നമ്മൾ ഇൻട്രസ്റ്റോട് കൂടെ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ആ. ഞാന് ഒരു മകനൊരു ആക്സിഡന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയ പ്രയാസം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ഈ മുദ്ര തെറാപ്പി എത്രത്തോളം എഫക്റ്റ് ആവുമെന്ന് അന്ന് അറിയാൻ വേണ്ടിയിട്ടുമായിരുന്നു. സംസാരത്തിൽ ചെറിയ പ്രയാസം ഉണ്ടാവാതെ അസ്മാരം, ഇടക്കിടക്ക് അപസ്മാരം ഉണ്ടാവാം. ഓ, അവിടെ നല്ല സാധ്യത ഉള്ള ഒരു മാറ്ററാണ്. നിങ്ങൾക്ക് ഈ മുദ്ര ഉണ്ടല്ലോ, പ്രാൺമുദ്ര എന്നാണ് ഇതിന് പറയാ. ഇത് ഉപയോഗപ്പെടുത്തുന്നത് വളരെയേറെ നല്ലതാണ്. ആ. നല്ല ഗുണം ചെയ്യും. ആ. അത് തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും ഇൻഷാല്ലാ. ഫിസിക്കൽ ഉണ്ടാവില്ല, അഡ്മിനായിട്ട് ബന്ധപ്പെട്ട. ഫിസിക്കലി വേറെ ഉണ്ടാവും. പിന്നെ ഇപ്പൊ നമ്മൾ സംഘടിപ്പിക്കാൻ പോകുന്നത് ഓൺലൈനാണ്. ഓൺലൈനിൽ ആദ്യം റെക്കോർഡ് ക്ലാസ് തരും. പിന്നെ നമ്മള് വാട്സപ്പ് ഗ്രൂപ്പില് അതിന്റെ ഫോളോ അപ്പ് തരും. ലാസ്റ്റില് ഒരു ഓൺലൈൻ സെഷൻ ഇതുപോലെ ലൈവ് ക്ലാസ് വേറെ ഉണ്ട്. ഓൺലൈൻ അല്ല, അതായത് റെക്കോർഡ് ക്ലാസ് തരും. ഈ ഓൺലൈൻ റെക്കോർഡ് ക്ലാസ് എത്രത്തോളം ഒരു അത് നിശ്ചിത സമയത്തിനിടെ തന്നെ കേൾക്കേണ്ടി വരും. ആ സമയത്തിനിടെ തന്നെ കേൾക്കേണ്ടി വരും റെക്കോർഡ് ക്ലാസ്. അതായത് യൂട്യൂബ് റെക്കോർഡ് ക്ലാസ് ഒരു നിശ്ചിത സമയം തന്നെ കേൾക്കേണ്ടി വരും. അത് ഫില്ലിംഗ് ആകണം. അതിനുശേഷം ലൈവ് സെഷനും തരും. അതിനാണോ ഹസം? ഇപ്പൊ എന്തൊരു ഹസം ഉണ്ടെന്ന് പറഞ്ഞത്, ഓഫർ ഉണ്ടെന്ന് പറഞ്ഞത് അതാണോ? അതിനാണോ? ഓ അല്ല, എന്തോ ഒരു ഓഫർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇപ്പോഴേ. പിന്നെ അതെ ഓൺലൈൻ അതെ, അത് ക്ലാസ്സിനാണോ ഓഫർ പറഞ്ഞത്? ഇന്ന് ജോയിൻ ചെയ്യുന്ന ആൾക്ക് പിന്നെ 2000 രൂപ എന്നുള്ളത് 1000 രൂപ അടച്ചാൽ മതി. ഇന്ന് ഈ സെഷനിൽ ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രമാണ്. അതില് അതിന്റെ ഡീറ്റെയിൽ ഇൻഷാല്ലാ സംഘാടകരെ കണക്ട് ചെയ്താൽ, നമ്മളെ അഡ്മിൻസിനെ നിങ്ങളൊന്ന് കണക്ട് ചെയ്താൽ അവര് അതിന്റെ ഡീറ്റെയിൽ ഇപ്പൊ തന്നെ പറയും. ഓക്കെ, ഓക്കെ, ശുക്രൻ, ജസാക്കുമുല്ലാഹ് ഖൈറൽ ജസാ. ആമീൻ. പിന്നെ ഷാക്കിർ, നിങ്ങള് ഇതിൽ വരുന്നോ? പ്രഷറിന് നിങ്ങളെ ശരീരപ്രകൃതം എന്താണെന്നൊന്ന് മനസ്സിലാകണം. അതുപോലെ വേറെന്താ ഒന്ന് പറയോ, സംസാരിക്കുവോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും സലാം. എനിക്ക് 37 വയസ്സായി. പള്ളി ഇമാമാണ്. ഓ, പ്രഷറിന്റെ പ്രശ്നം 2 വർഷത്തോളായി. പിന്നെ 2 ഗുളിക കുടിക്കുന്നുണ്ട്. ഭാരം കൂടുതലുള്ള ആളാണോ? ഇല്ല, ഞാൻ ഒരു 72 വെയിറ്റ് ഉള്ള. പ്രഷർ കൂടുകയാണോ ചെയ്യുന്നത്, കുറയാണോ ചെയ്യുന്നത്? പിന്നെ കൂടുക. മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഉണ്ട്. പിന്നെ 6 മാസത്തോളം കുറെ നോക്കി. എന്നിട്ട് ഡോക്ടർ പറഞ്ഞ എന്താണ്
നിർബന്ധമായും കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ദിവസം 2 ഗുളിക കഴിക്കണം, രാവിലെയും രാത്രി രണ്ട് വെച്ചിട്ട്. ഓക്കെ. നിങ്ങള് രാവിലെ 15 മിനിറ്റ് ആ വീതം ഒരു 2-3 നേരം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ചെയ്യാവുന്നതാണ്, വേണമെങ്കിൽ ഇത് ചെയ്യുക. ആ അതോടൊപ്പം വേറെ 2 സമയത്ത്, അഥവാ വൈകുന്നേരമോ രാത്രിയോ മറ്റേ സമയത്ത് ഒരു തവണയും 15 മിനിറ്റ് ഇങ്ങനെ ഇത് ചെയ്യാം, അപാൻമുദ്ര ചെയ്യാം. കയ്യില് ഞാൻ ഈ കാണിച്ചതുപോലെ ആ പിടിക്കുക. അങ്ങനെ ഒരു 15 മിനിറ്റ് ആ വീതം പിടിക്കുക. ആ സമയത്ത് കൂടെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ചൊല്ലുകയും ചെയ്യാം. ഇങ്ങനെ ഒരു 40 ദിവസം തുടർച്ചയായിട്ട് ചെയ്താൽ അതിനുശേഷം നിങ്ങൾ പ്രഷർ ചെക്ക് ചെയ്ത് നോക്കിയാൽ നല്ല മാറ്റം കാണും. തുടർച്ചയായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല മാറ്റം ഈ വിഷയത്തിൽ ഇൻഷാ അള്ളാ കാണാൻ കഴിയും. പിന്നെ രാവിലെയും വൈകുന്നേരമാ? രാവിലെയും വൈകുന്നേരം രാത്രിയും. അതിൽ രാവിലെ പറ്റുമെങ്കിൽ 2-3 തവണ ചെയ്യരുത്. അതായത് 15 മിനിറ്റ് കഴിഞ്ഞാൽ കൈ ഒന്ന് ഇതാകണം, എന്നിട്ട് രണ്ടാമത് 15 മിനിറ്റ് പിന്നെയും ചെയ്യാം. ഇൻഷാ അല്ലാ. ഹീലിംഗ് തെറാപ്പി ഉണ്ടോ? ഹീലിംഗ് തെറാപ്പി നമ്മള് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഹീലിംഗ് തെറാപ്പി ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഇപ്പൊ നമ്മൾ ഇതിൽ പരിചയപ്പെടുത്തുന്നതും യൂസ് ചെയ്യുന്നതും ഒക്കെ മുദ്രാ തെറാപ്പിയാണ്. ഹീലിംഗ് തെറാപ്പി എന്ന് പറയുന്നത് നിങ്ങൾ ഏതിനെ കുറിച്ചാണ് ഉദ്ദേശിച്ചെന്നൊരു വിഷയമാണ്. ഹീലിംഗ് തെറാപ്പി ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ പറ്റുന്ന മുദ്ര തെറാപ്പി ഉണ്ടോ? യെസ്, ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഇതന്നെ മതി, ഇത് ചെയ്യാവുന്നതാണ്, അപാൻമുദ്ര ചെയ്യാവുന്നതാണ്. അപ്പൊ ഇൻഷാ അള്ളാ ഏകദേശം ടൈം കൗണ്ട് ഡൗണിലേക്ക് വരുന്നു. അരമണിക്കൂർ കഴിഞ്ഞു. നിങ്ങൾക്ക് അത്യാവശ്യം ചോദ്യങ്ങൾ ഇനിയും ചോദിക്കുകയൊക്കെ ചെയ്യാം. എപ്പോഴെല്ലാമാണ് ചെയ്യേണ്ടത്? അതെ, ഉസ്താദെ അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. സൈനിയാണ്. മാഷാ അല്ലാ, മാഷാ അല്ലാ. ഞാന് പഠിച്ച പിന്നെ ഒരു മോട്ടിവേറ്റ് ചെയ്തിട്ട് എന്റെ ഒരു അനുഭവം പറയാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ഇതിന് അതെ മുന്നേ അതെ, അത് ഒന്നിലൊക്കെ നല്ലതാ. ഇവർക്ക് ഒരു സന്തോഷമായിരിക്കും. പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് അനുഭവം പറഞ്ഞാൽ ഒരു ഹാപ്പി ആയിരിക്കും. ഞാന് പിന്നെ എന്റെ വൈഫിന് പിന്നെ പ്രഷർ കമ്മിയാവുന്നൊരു വിഷയമുണ്ട്. ആ അപ്പൊ ഈ പ്രഷറിനെ പറ്റി പറഞ്ഞ ആ സമയത്ത് തന്നെ പറഞ്ഞ കുറെ നേരം നോക്കി നിൽക്കി തുടങ്ങിയിട്ട്, അപ്പൊ പ്രഷറിനെ പറ്റി അതെ പറഞ്ഞപ്പോ തന്നെ പറയാൻ വേണ്ടി, അതെ പ്രഷർ കമ്മിയായിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹെഡേക്ക് ആയിരിക്കും. അതെ അതെ അതെ. അതേമാതിരിക്ക് ഛർദി വരും. ഉം. പിന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും, കുഴക്കമായിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ ചെയ്യലാണ്. അതേമാതിരിക്ക് മരുന്ന് അതെ കയറ്റി കൊണ്ടുവരലാണ്. നമ്മൾ അതെ ലാസ്റ്റ് വണ്ടൂര് വെച്ച് നടക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഒരു ദിവസം വന്നിട്ടുണ്ട് ആ വൈഫിനുണ്ടായിട്ട്. ആ എന്നെ പറഞ്ഞുകൊണ്ടും സംശയമുണ്ട്. ആ അങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു മാസത്തിന് ശേഷം വീണ്ടും 2-3 ദിവസം മുന്നേ ഉണ്ടായി ഇതേ സംഭവം. ആ ആ ആ സമയത്ത് ഞാൻ വജ്രമുദ്രയാണ് ഞാൻ ആ ചെയ്ത് പറഞ്ഞു ഓക്കെ കൊടുത്തത്. ഓക്കെ ഓക്കെ. വജ്രമുദ്ര ആദ്യം ചെയ്തപ്പോ തന്നെ പിന്നെ ആൾക്ക് നല്ല മാറ്റം ഉണ്ടായി. ആദ്യം മാഷാ അല്ലാ, ചെയ്തപ്പോ തന്നെ. മാഷാ അപ്പൊ അല്ലാ, 2-3 പ്രാവശ്യം ചെയ്തതോടുകൂടി ഇപ്പൊ അത് ഇല്ല. അപ്പൊ ഇന്നൊക്കെ നല്ല നോർമലാണ്. മാഷാ അല്ലാ, മാഷാ അല്ലാ. ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു മരുന്ന് കയറ്റി വരാൻ അറൗണ്ട് ഓ ഒരു 800 രൂപ 900 രൂപ ചെലവ് തീർച്ചയായും. വരലുണ്ട്. 100 രൂപ മാത്രല്ല, ആ ഒറ്റ മരുന്ന് കയറ്റുന്നതിന്റെ പരിക്ക് ആ, ആ, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന്റെ മെഡിസിൻ ഒരു ഉള്ളിലേക്ക് അടിച്ചാലുള്ള പരിക്ക് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഉം. അപ്പൊ ആ കണക്കിന് അപ്പൊ ഭയങ്കര മാഷാ അല്ലാ. പിന്നെ അതേമാതിരി നെഞ്ഞുവേദന ഉണ്ടാവും ഈ സമയത്ത് തന്നെ. ആ ആ പ്രഷർ ആ കമ്മിയാകുന്ന സമയത്ത് അതെ നെഞ്ഞുവേദന അതെ ഉണ്ടാവും. അതെ. അപ്പൊ ഇതൊക്കെ പാടാവും, ഛർദി വരും, ഭയങ്കര ടെൻഷനായിരിക്കും ആള്. അപ്പൊ മാഷാ ഇപ്പൊ അല്ലാ. ഈ മാസം അതെ ഇപ്പൊ അങ്ങനെ സംഭവിച്ചപ്പോ ഇങ്ങനെ ഇത് വജ്രമുദ്ര പറഞ്ഞിട്ട് അൽഹംദുലില്ലാ നല്ല ആക്കണ്ട്. മാഷാ ഇപ്പൊ അല്ലാ. നിങ്ങൾ ക്ലാസ് അവരും കേൾക്കുന്നുണ്ട്. ആ ആ മാഷാ അല്ലാ. അതൊരു അത്ഭുതമാണ് അത്. ഇങ്ങനെ ഒരുപാട് ഇതിപ്പോ ലാസ്റ്റ് 28ാമത്തെ ബാച്ചിലെ ആളാണ് ഇപ്പോ സൈനി ഉസ്താദ് അനുഭവം പറഞ്ഞത്. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഇൻഷാ അല്ലാ പറയാനുണ്ട്. ഓരോ ബാച്ചിലും ഇതുപോലെ അനുഭവങ്ങൾ ബാച്ചേറിയപ്പോ ഇവരോടൊന്നും ഞാൻ വരാൻ പറഞ്ഞതും അല്ലെങ്കിൽ
അവതരിപ്പിക്കാൻ പറഞ്ഞൊന്നും അല്ല കേട്ടോ. പിന്നെ പൊതുവെ അവതരിപ്പിച്ചാൽ പരസ്പര ഉപകാരമാണെന്ന് അവർക്കൊക്കെ അറിയാം. കാരണം ഏഹ്, ആ ഇൻഷാ അള്ളാ സമയം കുറച്ച് ഓവർ ആയതുകൊണ്ട് ഞാൻ ഇന്ന് കുറച്ച് പകല് ഫുൾ എൻഗേജ്ഡ് ആയിരുന്നു. ഇപ്പോഴാണ് എത്തിയത്. ഞാൻ 8 മണിയാകുമ്പോ തന്നെ 8:30 ആകുമ്പോ തന്നെ കണ്ണൊക്കെ ഇതാകുന്നുണ്ട്. അപ്പോ നേരത്തെ ടൈം നിശ്ചയിച്ചു പോയത് കൊണ്ട് മുടക്കം പറയാൻ വയ്യാത്തത് കൊണ്ടാണ് ഇന്ന് സെഷനിൽ ഇരുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇത്ര സമയം ഇരിക്കാനും ഞാൻ സന്നദ്ധമാണ്. പക്ഷെ ഇന്നത്തെ ഈ ഒരു സാഹചര്യം ആയതുകൊണ്ട് മാത്രം ഇൻഷാ അള്ളാ. പക്ഷേ അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ? ഓ, ചോദിച്ചു. ഈ പലരുടെയും പ്രശ്നമാണ് ഈ ഉദ്ധാരണ ശേഷി എന്നത്. ചോദിക്കാൻ ആ, മടിയുണ്ടാവും പലർക്കും, എന്നാൽ അതെ എല്ലാവർക്കും അതെ വേണ്ടി ഞാൻ അതെ ചോദിക്കാം. ഈ ഉദ്ധാരണ ശേഷി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ഈ ശീഘ്രസ്ഖലനം അതുപോലത്തെ അതെ. പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും മുദ്ര തെറാപ്പി ഉണ്ടോ? ഉണ്ട്. അതില് പിന്നെ ഈ ഒരു വിഷയം മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് സ്റ്റെപ്പുകൾ മനസ്സിലാക്കണം. അതായത് മുദ്ര തെറാപ്പി നമ്മൾ ഒന്നാം സ്റ്റെപ്പ് ബേസിക് അഥവാ 8 തത്വമുദ്രകൾ, പിന്നെ 5 പ്രാണിക് മുദ്രകൾ, അതിന്റെ അഡ്വാൻസ് മുദ്രകൾ, സ്പെഷ്യൽ കാറ്റഗറി 3 കാറ്റഗറി ഉണ്ട്. അതിൽ 1, 2, 3 ഈ 3 കാറ്റഗറി സ്പെഷ്യൽ മുദ്രകൾ. ഇത് മനസ്സിലാക്കിയിട്ട് വേണം ഞാൻ അതിനെക്കുറിച്ച് പറയാൻ. അപ്പോഴാണ് ഇത് കറക്റ്റ് ബോധ്യപ്പെടുക. അതേസമയം ഞാനിപ്പോ പറഞ്ഞ പല മുദ്രകൾ ചെയ്യുമ്പോഴും ഈ റിസൾട്ട് കിട്ടിയേക്കാം. എന്നാൽ ഈ വിഷയത്തിന് പരിക്കില്ലാത്ത റിസൾട്ടിന് സാധ്യത ഉള്ളതാണ് മുദ്ര തെറാപ്പി. ഉപയോഗപ്പെടുത്താൻ കഴിയും ഇൻഷാ അള്ളാ. ഞാന് സമയപരിമിതി കൊണ്ടാണ് ഉസ്താദ് ഇങ്ങനെ മറുപടി പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്. പൊന്തി വരാണ്ട് ഉസ്താദെ. അത് പൊന്തിയില്ലല്ലോ ഇത് പൊന്തും. ഇപ്പോ ഓക്കെ, ജസാക്കുമുല്ലാഹു ഖൈറൻ. ആമീൻ. അസ്സലാം. വഅലൈക്കും അസ്സലാം. ഇൻഷാ അള്ളാ പങ്കെടുത്ത എല്ലാവരെയും സന്തോഷം അറിയിക്കുന്നു. നമുക്ക് തൗഫീഖ് ഉണ്ടെങ്കിൽ വീണ്ടും കാണാം. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. എല്ലാവർക്കും ആരോഗ്യവും സന്തോഷവും ഈമാനും തഖ്വയും ഒക്കെയുള്ള സന്തോഷമുള്ള നല്ല ജീവിതം നയിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആരോഗ്യത്തോടെ ജീവിച്ച് ആരോഗ്യത്തോടെ മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഹാപ്പി സോണിന്റെ ആമീൻ. വ്യത്യസ്തമായ പദ്ധതികളും സംരംഭങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ പരിചയപ്പെടുത്തിയ അഡ്മിൻസ് ഒക്കെ നിങ്ങൾക്ക് അതിനൊക്കെ വിവരങ്ങളൊക്കെ പറഞ്ഞു തരും ഇൻഷാ അള്ളാ. ടെൻഷൻ കുറയാൻ മാത്രമുണ്ട്. പിന്നെ ഗ്രാഹ്യശക്തിയാണ് കുഞ്ഞമ്മത് തെളിയിക്കര കുഞ്ഞമ്മദ്ക്ക് ഉദ്ദേശിച്ചതെങ്കിൽ അതിന് മുദ്ര ഉണ്ട് കേട്ടോ. ഗ്രാഹ്യശക്തി, ഗ്യാൻ മുദ്ര മതി. ഗ്രാഹ്യശക്തിയാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഇൻഷാ അള്ളാ. ഇനിയൊരു 2 മിനിറ്റ് കൂടി കഴിയുമ്പോൾ ഇത് കട്ടാകും. കട്ടായാൽ റീജോയിൻ ഒക്കെ ചെയ്യായിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് റീജോയിൻ ചെയ്യണ്ടെന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ എന്നോട് ക്ഷമിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ ഇൻഷാ അള്ളാ. ഇന്ന് തൽക്കാലം നമ്മൾ സദസ്സ് പിരിയുന്നു. ഏകാഗ്രത കിട്ടാൻ ഓ, ഏകാഗ്രത കിട്ടാന് ഒന്നും കൂടെ പറയാം. നമുക്ക് എല്ലാ വിഷയത്തിലും ഒരു ഏകാഗ്രത കിട്ടാന് അതിന്